എൻ്റെ കയ്യിലുള്ളത് iQOO ഏറ്റവും റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന iQOO C6 Pro 5G ആണ്. ആൻഡ് ഈ ഒരു വീഡിയോ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻസ് വീഡിയോ ആണ്. ഈ വീഡിയോ 3 ഭാഗങ്ങളായിട്ടാണ് ഞാൻ തിരിച്ചിരിക്കുന്നത്. ഏറ്റവും ആദ്യം അൺബോക്സിംഗ്, പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ്, പിന്നെ ഇതിൻ്റെ പോരായ്മകൾ. സോ എൻ്റെ കയ്യിലുള്ള വേരിയൻറ്റ് 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും 8GB റാമും ഉള്ള മോഡലാണ്. നിങ്ങൾക്ക് ഇത് 256GB വരെ ലഭിക്കുന്നുണ്ട്. ആൻഡ് 12GB റാമിൻ്റെ വേരിയൻ്റ് ആണ് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് ആസ് ഓഫ് നോ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ല, ബട്ട് ഡെഫിനറ്റ്ലി 25,000 റുപ്പീസിൻ്റെ താഴെ ആയിരിക്കാം എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഉറപ്പായിട്ടുള്ളത്. ബട്ട് കൃത്യമായിട്ടുള്ള പ്രൈസ് എത്രയാണെന്ന് താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. എന്തായാലും ബോക്സിനകത്ത് നമുക്ക് സ്മാർട്ട് ഫോൺ ഉണ്ട്. അതിൻ്റെ അടിയിലായിട്ട് നമുക്കൊരു TPU കേസ് കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ആൻഡ് അതിൻ്റെ അടിയിലായിട്ട് നമുക്കൊരു 80 വാട്ട് 80 വാട്ട്സിൻ്റെ ഒരു വലിയ ചാർജിങ് ബ്രിക്ക് കൊടുത്തിട്ടുണ്ട്. പ്ലസ് USB-A to USB-C കേബിളും കൊടുത്തിട്ടുണ്ട്. ഒരു പേപ്പർ ഡോക്യുമെൻറ്റേഷൻ ആൻഡ് ഒരു സിം എജക്ടർ ടൂൾ. ഇത്രയുമാണ് നമുക്ക് ബോക്സിനകത്തുള്ളത്. എൻ്റെ കയ്യിലുള്ള കളർ ഫാൻഡം ഡസ്ക് എന്നുള്ള പേരിലെ കളറാണ്. ബാക്ക് സൈഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാറ്റ് ഫിനിഷിൽ ചെറിയൊരു ഗ്ലിറ്റർ അല്ലെങ്കിൽ ഷിമ്മറിങ് എഫക്റ്റ് കാണും നിങ്ങൾക്ക് ഈ ഒരു വെയിലൊക്കെ അടിക്കുന്ന സമയത്ത്. എന്തായാലും വളരെ മാറ്റായിട്ടുള്ള ഫിനിഷിൽ ഒരു അത്യാവശ്യം ഭയങ്കരമായിട്ടുള്ള വലിയൊരു ക്യാമറ മൊഡ്യൂളാണ് തന്നിരിക്കുന്നത്. അവിടെ മൾട്ടി ക്യാമറ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു മൊഡ്യൂൾ കണ്ടിട്ട് എനിക്ക് വേറൊരു കാര്യമാണ് തോന്നുന്നത്. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്തായാലും ഫിസിക്കൽ ഓറിയോ നോക്കുകയാണെങ്കിൽ മുകളിലായിട്ട് നമുക്കൊരു സെക്കൻഡറി മൈക്രോഫോൺ ഉണ്ട്. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് വോളിയം റോക്കേഴ്സും പവർ ബട്ടണും ഉണ്ട്. താഴെ നിങ്ങൾക്കൊരു സ്പീക്കർ ഗ്രില്ലും USB Type-C പോർട്ടും അതേപോലെ ഒരു സിം ട്രേയും ആണുള്ളത്. ഇതൊരു ഡ്യുവൽ നാനോ സിം ട്രേ ആണ്, ഹൈബ്രിഡ് അല്ല, മെമ്മറി കാർഡ് ഇടാൻ പറ്റില്ല, ഡ്യുവൽ നാനോ സിം ട്രേ ആണ്. ആൻഡ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. ഇതിൻ്റെ ഡിസ്പ്ലേ ഒരു 6.44 ഇഞ്ചിൻ്റെ ഫുൾ HD+ ആയിട്ടുള്ള AMOLED പാനലാണ്. 1300 നിറ്റ്സോളം ബ്രൈറ്റ്നസ് തരും എന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ശരിയാണ്, ഔട്ട്ഡോർ വിസിബിലിറ്റിക്ക് വലിയതായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഇതൊരു 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉള്ള സ്മാർട്ട് സ്വിച്ച് എന്ന് പറഞ്ഞ മോഡുള്ള ഡിസ്പ്ലേ ആണ്. സോ 60 ഹെർട്സ് അല്ലെങ്കിൽ 90 ഹെർട്സ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ചെയ്യുന്ന രീതിയിലാണ്. പ്ലസ് ഇതിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് നോക്കുവാണെങ്കിൽ 180 ഹെർട്സ് ആണ്, 180 ഹെർട്സ് ആണ് ഇതിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ്. പക്ഷേ ഈ ഡിസ്പ്ലേയുടെ ഒരു ഗുണം ഇതിനകത്ത് HDR10+ൻ്റെ സപ്പോർട്ട് ഉണ്ട്. സോ യൂട്യൂബിലൊക്കെ നിങ്ങൾ വീഡിയോസ് കാണുവാണെങ്കിൽ 4K HDR കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കാം. സ്നാപ്ഡ്രാഗണിൻ്റെ 778G 5G ചിപ്സെറ്റ് ആണ് ഇതിനകത്തുള്ളത്. 778Gയുടെ നമ്മുടെ AnTuTu സ്കോർ നോക്കുകയാണെങ്കിൽ ഏകദേശം 5.5 lakhs വരെയും വരും. അത് വളരെ നല്ലൊരു പെർഫോമൻസ് ആണ്. ഡേ ടു ഡേ ടാസ്കുകൾക്കായിക്കോട്ടെ, കുറച്ച് മൾട്ടി ടാസ്കിങ്ങിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഫോണിനകത്ത് തന്നെ എഡിറ്റിംഗ് ചെയ്യണം, ഗെയിമിംഗ് ചെയ്യണം, ഇതിനൊക്കെ കേപ്പബിൾ ആയിട്ടുള്ളൊരു പ്രോസറാണ്. പക്ഷേ ഗെയിമിംഗ് പെർഫോമൻസ് ആക്ച്വലി വരുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ PUBG നമ്മൾക്ക് ഇതിനകത്ത് അൾട്രയിൽ കളിക്കാൻ പറ്റും. ഏതിൽ? HDR സെറ്റിങ്ങിൽ. ആൻഡ് കോൾ ഓഫ് ഡ്യൂട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വെരി ഹൈ ഗ്രാഫിക്സിൽ മാക്സിമം ഫ്രെയിം റേറ്റ് കളിക്കാൻ പറ്റും. സോ ഓവറോൾ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ യാതൊരു പ്രോബ്ലവും ഇല്ല. പ്ലസ് ഇതിനകത്ത് ഒരു വേപ്പർ കൂളിംഗ് ടെക്നോളജിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്നു. സോ 32,923 മില്ലിമീറ്റർ സ്ക്വയറിൻ്റെ വേപ്പർ ചേംബർ ഇതിനകത്തുണ്ട് എന്നും ഇതിനകത്ത് ലിക്വിഡ് കൂളിംഗ് തരുന്നു. സോ ഒരു 3 ഡിഗ്രി സെൽഷ്യസ് വരെയും കുറവായിരിക്കും നമ്മുടെ ഫോണിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നു. പക്ഷേ നമുക്ക് ആ ഒരു ടേംസിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. നോർമലി ഗെയിം കളിക്കുന്ന സമയത്ത് ചൂടാവുന്നുണ്ടോ ഇല്ലയോ, ഈ ഒരു കാര്യം മാത്രമേ നമ്മൾക്ക് മാറ്റർ ചെയ്യുന്നുള്ളൂ. ചൂടാവുന്നില്ല, ഇറ്റ്സ് എ ഗുഡ് തിങ്. ഇനി അതുപോലെ ഗെയിമിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്ന കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയാനായിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് അൾട്രാ ഗെയിമിങ്ങിൻ്റെ ഒരു പാനൽ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് പവർ സേവിങ് വേണോ, ബാലൻസ്ഡ് വേണോ, അല്ല മോൺസ്റ്റർ അല്ലെങ്കിൽ പെർഫോമൻസ് മോഡ് വേണോ എന്നുള്ളത് ചൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിനകത്ത് 4 ആക്സിസ് മോട്ടർ ഉണ്ട് കേട്ടോ. 4 ആക്സിസ് ഗെയിമിംഗ് വൈബ്രേഷൻ മോട്ടർ നിങ്ങൾക്ക് ഈ ഒരു പാനലിൽ നിന്ന് തന്നെ ഓൺ ആക്കാനായിട്ട് പറ്റും. സോ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഒരു ഗൺ ഷോട്ട്സ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വൈബ്രേഷൻ ഫീഡ്ബാക്ക് കുറച്ചുകൂടി ഒരു പ്രീമിയംനെസ് കൊടുക്കുന്ന രീതിക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റാം വേരിയൻറ്റ് LPDDR4X ആണ്. ആൻഡ് സ്റ്റോറേജ് വേരിയൻറ്റ് UFS 2.2 ആണ്. പ്ലസ് ഇതിനകത്ത് എക്സ്റ്റെൻഡഡ് റാം 2.0 ഉണ്ട്. സോ 4GB വരെ എക്സ്റ്റേണൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഇന്റേണൽ മെമ്മറിനെ റാം ആയിട്ട് മാറ്റാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് സംസാരിക്കാം. 64 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ്. യെസ്, വലിയൊരു ക്യാമറയാണെന്ന് തോന്നും, പക്ഷേ ക്യാമറ കുട്ടിയാണ് കേട്ടോ. ആ വട്ടം മാത്രമേ ഉള്ളൂ വലുത്. ജെനുവിൻ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ ഞാൻ ഇതിനകത്ത് പറയാമല്ലോ. പ്രൈമറി ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന ഫോട്ടോസിൽ പഞ്ചി ആയിട്ടുള്ള കളേഴ്സ് അല്ല കിട്ടുന്നത്. എന്നാൽ വളരെ ഡള്ളായിട്ടുള്ള ഡീസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളേഴ്സും അല്ല, ഒരു മ്യൂട്ടഡ് കളേഴ്സ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഫ്ലാറ്റ് കളർ റെസ്പോൺസ് ആണ് ഇതിനകത്തുള്ളത്. പിന്നെ ക്ലാരിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് 64 MPയുടെ മോഡുണ്ട്. ശരിക്കും ഞാൻ പറയാം, 2-3 ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ Eicher എന്ന് പറഞ്ഞൊരു വണ്ടി ഇരിപ്പുണ്ട്. ആ ഒരു Eicher വണ്ടി കാണണമെങ്കിൽ നോർമൽ മോഡിൽ നമുക്ക് സൂം ചെയ്യുന്നതിലും കുറേ അധികം സൂം ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് 64 MPയുടെ മോഡിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി വരുന്നുണ്ട്. എന്നാൽ 64 MP മോഡിലാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് സൂം ഇൻ സൂം ഔട്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല, ലോക്ക്ഡ് ആയിരിക്കും.
ഇനി ഇതിൻ്റെ നൈറ്റ് ടൈം പെർഫോമൻസും വളരെ നല്ലത് തന്നെയാണ് ഫോട്ടോസിൽ. പ്ലസ് അടുത്തത് ഒരു 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയാണ് 117 ഡിഗ്രിയുടെ ഒരു വൈഡ് ആംഗിൾ തരുന്നത്. 8 മെഗാ പിക്സൽ ക്യാമറ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ആ ഒരു റെസൊല്യൂഷൻ കുറവിൻ്റെ ഒരു ക്ലാരിറ്റി കുറവ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. യെസ്, നമ്മൾ ഡെഫിനറ്റ്ലി പ്രൈമറി ക്യാമറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ സെയിം ഫോട്ടോ തന്നെ ആ ഒരു HDR അതിനകത്ത് കാണുന്നേ ഇല്ല, കണ്ടില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട് 8 MP ആയതുകൊണ്ട്. പിന്നെ മൂന്നാമത്തത് ഒരു 2 MP മാക്രോ ക്യാമറയാണ്. ഈ ഒരു വട്ടത്തിനകത്ത് 2 ക്യാമറ ഫിൽ ചെയ്തിട്ടുണ്ട്. 2 MP മാക്രോ ക്യാമറ ഈ കാണുന്ന ഫോട്ടോസാണ് നിങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. ആക്ച്വലി നിങ്ങൾ മാക്രോ ക്യാമറ യൂസ് ചെയ്യാറുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി വീഡിയോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതിനകത്ത് 4K ഷൂട്ട് ചെയ്യാൻ പറ്റും. 4K 30 FPS-ലാണ്. 1080p ആണ് നമുക്ക് 60 FPS-ലും 30 FPS-ലും, അതേപോലെ 720p 60 FPS-ലും 30 FPS-ലും എടുക്കാനായിട്ട് പറ്റും. ബാക്ക് ക്യാമറയിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഫീച്ചർ ഇല്ല, പക്ഷേ ഇലക്ട്രോണിക് ആയിട്ട് നമുക്ക് ഇമേജ് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുണ്ട്. വീഡിയോ എടുത്ത് നോക്കിയിട്ട് എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ കളർ റെസ്പോൺസ് തരുന്നുണ്ട്. HDR പ്രത്യേകിച്ചും ഡൈനാമിക് റേഞ്ച് നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഞാനൊരു വീഡിയോ സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് 4K 30 FPS-ലാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു വീഡിയോ ക്വാളിറ്റി ആയിരിക്കും 4K 30 FPS ലഭിക്കുന്നത്. കുറച്ച് നടന്നുകൊണ്ട് വീഡിയോ എടുക്കാം. എന്തായാലും ഇതിനകത്ത് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒപ്റ്റിക്കലായിട്ടില്ല എന്നുള്ളതുകൊണ്ട് ചെറിയൊരു ജർക്കിങ് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ 1080p 60 FPS-ലാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ചെറുതായിട്ട് നടന്നുകൊണ്ട് ഇവിടെയും വീഡിയോ എടുത്ത് നോക്കാം. അത്യാവശ്യം നല്ലൊരു വീഡിയോ ക്വാളിറ്റി തന്നെയാണ് എനിക്ക് വ്യൂ ഫൈൻഡറിൽ വരുന്നത്. കാര്യമായിട്ട് കുറ്റങ്ങൾ പറയാനൊന്നും ഇതിനകത്ത് കാണുന്നില്ല. ഇനി ഔട്ട്പുട്ട് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇട്ട് കഴിയുമ്പോൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും. എന്തായാലും ബൈ ഫാർ അത്യാവശ്യം നല്ലൊരു വീഡിയോ ക്വാളിറ്റി തരുന്ന ഒരു ക്യാമറ ആയിട്ട് തന്നെയാണ് iQOO C6 Pro കാണുന്നത്. ഇവിടെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇതിനകത്ത് നമുക്ക് അൾട്രാ വൈഡ് ക്യാമറയിൽ വീഡിയോസ് എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ കാണുന്നില്ല. അതുകൊണ്ട് പ്രൈമറി ക്യാമറയിൽ മാത്രമായിരിക്കും വീഡിയോസ് എടുക്കാനായിട്ട് പറ്റുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ 1080p 60 FPS-ആണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കി വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആണോ സോഫ്റ്റ്വെയർ ആണോ എന്നറിയില്ല. എന്തായാലും അത് ഓണാക്കി വെച്ചിട്ടാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റെബിലൈസേഷൻ എഫക്റ്റ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും വീഡിയോ ക്വാളിറ്റി ചെറുതായിട്ട് ഉള്ളിലേക്ക് ഒന്ന് ക്രോപ്പ് ആവുന്നുണ്ട്. സോ ക്വാളിറ്റിയിൽ ലേശം ഒരു പൊടിക്കൊരു കുറവ് നിങ്ങൾക്ക് തോന്നാനായിട്ട് സാധ്യതയുണ്ട്. എന്തായാലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ക്യാമറ തന്നെയാണ്. സോ ബാക്ക് ക്യാമറയുടെ ടെസ്റ്റാണ്. ബാക്ക് ക്യാമറ ഡൈനാമിക് റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ടെസ്റ്റാണ്. കൊള്ളാം, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡൈനാമിക് റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ബാക്ക് ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി ഏകദേശം ഇത്തരത്തിലാണ്. ദാറ്റ്സ് എ ഗുഡ് തിങ്. ഇനി സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ 16 മെഗാ പിക്സലാണുള്ളത്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കൊള്ളാം. ആക്ച്വലി ഞാൻ ഇൻഡോറിലും ഔട്ട്ഡോറിലും എടുത്ത് നോക്കി അത്യാവശ്യം നല്ലൊരു ഫോട്ടോസ് തന്നെയാണ് സെൽഫി ക്യാമറയിൽ നിന്ന് കിട്ടുന്നത്. പ്ലസ് പോർട്രേറ്റ് മോഡിൽ എഡ്ജ് ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ഹെയർ ഡിറ്റക്ഷൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. ഇനി എക്സ്ട്രാ പോർട്രേറ്റ് ലെൻസ് ഇല്ലാത്തതുകൊണ്ട് പാക്കിൽ പോർട്രേറ്റ് മോഡ് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പോർട്രേറ്റ് മോഡും ഇതിനകത്തുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ടുള്ളതാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ എഡ്ജ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ ക്യാമറയുടെ കാറ്റഗറി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് ക്യാമറ എന്ന് തന്നെ പറയാം. അല്ലാതെ പക്ഷം നിങ്ങൾക്ക് പഞ്ചി കളേഴ്സാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുത്തിട്ട് ലേശം സാച്ചുറേഷൻ കൂട്ടേണ്ടി വരും. ഇനി അതേപോലെ ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോസ് നമുക്ക് 720p 30 FPS 1080p 30 FPS എടുക്കാൻ പറ്റുന്നത്. ഒരു ക്യാമറ സാമ്പിൾ നോക്കാം, HDR എങ്ങനെയുണ്ട് എന്നുകൂടി ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ iQOO C6 Proന്റെ ഫ്രണ്ട് ക്യാമറയിലൂടെയാണ് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1080p റെസൊല്യൂഷനിലാണ് 30 FPS. നമുക്ക് ഡൈനാമിക് റേഞ്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ നോർമലി സൺലൈറ്റ് നമ്മുടെ ഫ്രണ്ടിൽ നിന്നും ഇതിനാണ് ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. സോ പുറത്തുള്ള ശബ്ദം കേൾക്കുമായിരിക്കാം. ഫ്രണ്ടിൽ നിന്നുള്ള ക്യാമറ ഫ്രണ്ടിൽ നിന്നുള്ള ലൈറ്റിലാണ് എടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഡൈനാമിക് റേഞ്ചിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല. C6-നേലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇത് അക്സെപ്റ്റബിൾ എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഫ്രണ്ടിൽ നമുക്ക് ലൈറ്റാണ് കിട്ടുന്നതെങ്കിൽ യാതൊരു പ്രശ്നമില്ല. അത്യാവശ്യം നല്ലൊരു വീഡിയോ ക്വാളിറ്റിയാണ് ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് വരുന്നത്. ഇനി കമ്മിങ് ടു ദ ഹൈലൈറ്റ് ഓഫ് ദിസ് ഫോൺ, ഈ ഫോണിൻ്റെ ബാറ്ററി ആൻഡ് ചാർജിങ്.
ബാറ്ററി ഇതിനകത്ത് 4700 mAh ആണ് കൊടുത്തിരിക്കുന്നത്. 4700 mAhൻ്റെ കൂടെ നിങ്ങൾക്ക് 66 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജാണ് വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബോക്സിനകത്ത് നിങ്ങൾക്ക് 80 വാട്ടിൻ്റെ ചാർജാണ് തരുന്നത്, ബട്ട് 66 വാട്ട് വരെയാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി കമ്പനി പറയുന്നത് 66 വാട്ട്സിൽ നമുക്ക് 0 to 100 51 മിനിറ്റ്സിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് 0 to 50% 18 മിനിറ്റ്സിലും ചാർജ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ്. എന്നാലും ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയ സമയത്ത് എനിക്ക് ഏകദേശം ഒരു 24% ചാർജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 3:40 സമയം. ആ സമയത്ത് കുത്തിയിട്ടു. അതിനുശേഷം 67% ആയപ്പോൾ എനിക്ക് ഏകദേശം എത്രയാണ് 4:05 അപ്പോൾ ഒരു 43% കയറാനായിട്ട് ഒരു 25 മിനിറ്റോളമാണ് പ്രാക്ടിക്കലി എനിക്ക് എടുത്തത്. പ്ലസ് 100%ലേക്ക് എനിക്ക് എത്തിയത് ഏകദേശം 4:30 സോ ഏകദേശം ഒരു 55 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവർ കൂട്ടിക്കോ 100% ആവാനായിട്ട്. എന്നാൽ പോലും അത്യാവശ്യം ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ എഫക്റ്റ് വരുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഇപ്പം നമ്മൾ കുത്തുന്ന സമയത്തൊക്കെ ആ ഒരു നമ്പേഴ്സ് കൂടുന്ന കാണാൻ പറ്റും കേട്ടോ. പോയിൻറ്റ് ഡിജിറ്റിൽ ഇപ്പോൾ 24.567 അങ്ങനെ അത് കാണാൻ രസവും കൂടിയുണ്ട്. ഇനി കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ ഇതൊരു 5G ഫോണാണ്. 7 5G ബാൻഡുകളാണ് ഇതിനകത്തുള്ളത്. ഇനി വൈഫൈ വെർഷൻ വൈഫൈ 6 ആണ്. ഡ്യുവൽ ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2.4 GHz 5 GHz ആൻഡ് അതേപോലെ ബ്ലൂടൂത്ത് വെർഷൻ 5.2. ഇനി സെൻസേഴ്സിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇതിനകത്തൊരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ട്. പ്ലസ് PUBG കളിക്കുമ്പോൾ ഗൈറോ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു ഗൈറോ സെൻസർ ഗൈറോസ്കോപ്പ് ഇതിനകത്ത് ഉണ്ട് സെൻസർ ലിസ്റ്റിൽ. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫേസ് അൺലോക്കിങ്ങും കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക ഒരു നല്ല റെസ്പോൺസ് വരുന്നുണ്ട് അത്യാവശ്യം ലൈറ്റുള്ള കണ്ടീഷൻസിലാണെങ്കിൽ. അപ്പോൾ ഈ 2 സെക്യൂരിറ്റി ഫീച്ചേഴ്സാണ് ഇതിനകത്തുള്ളത്. ഇനി ഫൈനലി ഈ ഫോണിൽ എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയാൽ കൊള്ളായിരുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ, നിങ്ങൾ ഓൾറെഡി കമൻറ്റ് ചെയ്തിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് ഡിസ്പ്ലേയിലുള്ള ഡ്രോപ്പ് നോച്ചിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല എന്ന്. മിണ്ടാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഒരു കോൺ സെക്ഷനിലേക്ക് മാറ്റി എന്ന് മാത്രം. ഇതൊരു വാട്ടർ ഡ്രോപ്പ് നോച്ച് എന്നും പറയാൻ പറ്റില്ല, എന്നാൽ ഒരു പഞ്ച് ഹോൾ എന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം ഒരു പൊക്കം ഉള്ള ഒരു നോച്ചാണിത്. സോ എത്ര പേർക്ക് നിങ്ങളൊരു പഞ്ച് ഹോളാണ് ആമോലെഡിൽ പ്രതീക്ഷിച്ച് വന്നതെങ്കിൽ നിങ്ങൾക്ക് അതൊരു കുറവായിട്ട് തോന്നും. അല്ലാത്ത പക്ഷം നിങ്ങൾ വാട്ടർ ഡ്രോപ്പ് വെച്ചിട്ട് ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ബട്ട് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ഫീല് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. ഒരു പഞ്ച് ഹോൾ കൊടുത്തിട്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയനെ. ഇനി അടുത്തൊരു കോണായിട്ട് പറയാൻ പറ്റുമെന്നറിയില്ല, 80 വാട്ടിൻ്റെ ചാർജറാണ് പെട്ടിക്കകത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവൻ എന്താണ് പൊട്ടരാണോ, ഫോണിൻ്റെ പെട്ടിക്കകത്ത് ചാർജർ ഓരോ കമ്പനി എടുത്ത് കളയുമ്പോൾ ഇവിടെ കൂടുതൽ കൊടുക്കുന്നതിൽ സന്തോഷിക്കുകയല്ല വേണ്ടതെന്ന്. ശരിയാണ്, സന്തോഷിച്ചോളൂ. ബട്ട് 66 വാട്ടിൻ്റെ സപ്പോർട്ടല്ലേ ഉള്ളൂ, 80 വാട്ട് വരെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ അറിയാം കുറച്ച് കൂടുതലാണ്, എന്നാലും ബെറ്റർ ആയനെ. ഇനി മൂന്നാമത്തേതിൻ്റെ സ്പീക്കർ ഗ്രിൽ അത്യാവശ്യം വലുതാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. പക്ഷേ ഞാൻ വലുതായ സ്പീക്കറിൽ കണ്ടപ്പോൾ സ്റ്റീരിയോ സ്പീക്കേഴ്സ് പ്രതീക്ഷിച്ചു. സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ എഫക്റ്റ് കാണുന്നില്ല. പക്ഷേ ഈ സ്പീക്കർ ഉണ്ടല്ലോ, ഇത് വളരെ ലൗഡായിട്ടുള്ള സ്പീക്കറാണ് കേട്ടോ. നല്ലൊരു ലൗഡ്നെസ് ഉണ്ട്. ഞാനിപ്പോൾ എന്തെങ്കിലും ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിച്ച് തരാം. ഓക്കെ, സോ ഇതിനകത്ത് പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. ഫുൾ വോളിയത്തിലേക്ക് ആക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ 100% വോളിയം. പക്ഷേ ഇനിയും നിങ്ങളിവിടെ വോളിയം കൂട്ടാനായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 150%. ഇപ്പോൾ 150% വോളിയത്തിലാണുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എൻറ്റേർഡ് ഓഡിയോ ബൂസ്റ്റർ മോഡ് എന്ന് കാണിക്കും. സോ നല്ലൊരു ലൗഡായിട്ടുള്ള സ്പീക്കറാണ്. ഇനി നാലാമത്തേത്, ഇതിനകത്ത് എക്സ്പാൻഡബിൾ സ്റ്റോറേജ് ഇല്ല, മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. ഡ്യുവൽ സിം മാത്രമേ ഇടാനായിട്ട് പറ്റുള്ളൂ. ഇനി അഞ്ചാമത്തെ, ഡിസ്പ്ലേ ആയിട്ട് റേറ്റഡ് ആണ്. 90 ഹെർട്സിൻ്റെ ഒരു റിഫ്രഷ് റേറ്റും 180 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റുമാണ് ഉള്ളത്. ഒരു 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ആൻഡ് ഏറ്റവും അവസാനത്തേത്, ഇതൊട്ടുമിക്ക എല്ലാ ചൈനീസ് ഫോണുകളിലും ഉള്ളത് തന്നെയാണ്, ബ്ലോട്ട് വെയേഴ്സ്. നമുക്ക് ഒരുപാട് ബ്ലോട്ട് വെയേഴ്സ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 15ൽ കൂടുതൽ ബ്ലോട്ട് വെയേഴ്സ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഈ ബ്ലോട്ട് വെയേഴ്സിൽ ഒട്ടുമിക്ക ബ്ലോട്ട് വെയേഴ്സ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ ഫോൺ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവുകയും അതിനുശേഷം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം. സോ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കുറച്ച് iQOO സ്പെസിഫിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് കളയാൻ പറ്റാത്തതായിട്ടുണ്ട്. iQOO.com, അതേപോലെ ഗെയിം മാനേജർ, പിന്നെ മാനേജർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. സോ ബ്ലോട്ട് വെയേഴ്സ്, പുഷ് നോട്ടിഫിക്കേഷൻസ് ഇതിനകത്തുള്ളൊരു പാർട്ടാണ്. അത് നിങ്ങൾക്ക് പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. സോ ഞാൻ പ്രതീക്ഷിക്കുന്ന 25,000 ബിലോ ആയതുകൊണ്ട് ഈ ഒരു പ്രൈസ് പോയിന്റിൽ എനിക്കിത് ഗെയിമിങ്ങിന് നല്ലൊരു ഫോണാണ് എന്ന് പറയാം. ഡിസ്പ്ലേയും അത്യാവശ്യം കുഴപ്പമില്ല, AMOLED ആണ്. ഡ്രോപ്പ് നോച്ച് നിങ്ങൾ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ, പ്രൈമറി ക്യാമറ അത്യാവശ്യം നല്ലതാണ്. വീഡിയോഗ്രാഫിക്കും അത്യാവശ്യം നല്ലതാണ്. ബട്ട് ബാക്കിയുള്ള 2 ക്യാമറകളും ഓക്കെയാണ്. ബട്ട് സെൽഫീസ് ആർ ഗുഡ്, നല്ല സെൽഫീസ് എടുക്കാൻ പറ്റുന്നുണ്ട്. സോ ഇതായിരുന്നു iQOO C6 Proൻ്റെ ഒരു ഇനിഷ്യൽ ഇംപ്രഷൻസ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം.